ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഇവിടെയും മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ ദേവദാസന്മാർ, ശേഷാൽ കേരള പെന്തക്കോസ്റ്റൽ ചർച്ച് ടൊറോണ്ടോ സഭയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്നവർ, പാസ്റ്റർ സാമുവൽ മാത്തൻ അവറുകൾ, പാസ്റ്റർ ജോയൽ ജോൺ, മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം, സകല വിശുദ്ധന്മാർക്കും വിനയപൂർവ്വം സ്നേഹവന്ദനങ്ങൾ. ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയാതെ പോകുന്നത് ദൈവസന്നിധിയിൽ നന്ദിയില്ലായ്മയാകുമെന്ന് എനിക്കറിയാം. എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള സഭയിലെ സൂപ്പർ സീനിയറായിട്ടുള്ള പ്രിയ ലൂക്കോച്ചായൻ, സഹോദരന്മാരായ സാംകുട്ടി, ജെറി, മോനച്ചൻ, ജോസ്, സാബു, ഫിന്നി, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള പ്രിയ ബ്രദർ തോമസൺ, റോഷൻ, സകല വിശുദ്ധന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. രണ്ട് ഭാഷകൾ തുടർച്ചയായി ഉപയോഗിക്കുവാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും I will try my level best to narrate the nutshell of my message in English for our children and youth. പ്രകാരം ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനം പങ്കുവെക്കുവാൻ അവസരമുണ്ടായതിൽ സന്തോഷമുണ്ട്. അതിനവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ സജീം അവറുകളോടും സഭയുടെ ബോർഡിനോടും എനിക്ക് സഹോദര തുല്യനായ ബ്രദർ സാംകുട്ടിയോടും ഒക്കെയുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിനും നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുന്നതിനും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനുമൊക്കെ നിങ്ങൾക്കിടയായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. You might have heard theology and history of Israel in relation with your theme, nothing is impossible for God. But today, I would like to share the one and only truth which we all should know and experience in relation with our eternal life, nothing but Christ. Fasting and prayer changes man and not God. Our God is same yesterday, today, and forever. But we need changes. I think for the last 7 days, you could have experienced the changes. That's why I use the word you might have repented. You might have come so closer with our Heavenly Father by this time. We need changes. We read it in the Bible, especially in John chapter 17, verse 17. നിന്റെ വചനം സത്യമാകുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. Your word is truth. Sanctify them in the truth. We are saved by the blood of Jesus Christ, but every day we are getting sanctification by His word. നാം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണെങ്കിലും ഓരോ ദിവസവും ദൈവവചനത്താലുള്ള ശുദ്ധീകരണം നാം പ്രാപിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കൂട്ടായ്മയിലും ഓരോ വചനവായനയിലും ഓരോ വചനധ്യാനത്തിലും ഈ ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇങ്ങനെ നാം വായിക്കുന്നു, for the word of God is living and active. Living means the people, those who don't have life will get life. The people, those who are not active will be active. When the word of God work in us, we can be active. I tell you sincerely that today's our meeting will help us to get the power of the word of God. It has to be revealed through our life. The people, those who don't have life will get life, and the people, those who are inactive will be active. നമുക്ക് ചൈതന്യം തരുന്ന, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം തീർച്ചയായും നമ്മിൽ പ്രവർത്തിക്കും. അതിനായി സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം.
We know that the age in which we are is a difficult time. No one knows, or no one will be answered to a question, what would be in future? If you ask this question to the people in and around us, whether Christian or non-Christian, whoever it may be, irrespective of language, culture, irrespective of all their situations, they never say any answer. They don't have the answer of what would be in future. That is the situation of this pandemic. But if somebody asks a question, why COVID-19 to the church? I do believe that I have an answer. The answer is that it is for the self-examination and repentance for the church. എന്തുകൊണ്ട് ഈ COVID-19 എന്ന് ചോദിച്ചാൽ സഭയുടെ മാനസാന്തരത്തിനും സഭയുടെ സ്വയം പരിശോധനയ്ക്കുമെന്നാണ് ഞാൻ മറുപടി പറയും. പ്രിയ സഹോദരങ്ങളെ, എന്ത് ഭാവിയിൽ സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമുക്ക് മറുപടി കാണില്ല. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ജീവിത സാഹചര്യം ഉണ്ടായാലും അതൊന്നും നമ്മുടെ ദൈവം അറിയാതെയല്ല, അതൊന്നും ദോഷത്തിനല്ല, തിന്മയ്ക്കല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് സഭയിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. വളരെ കൃത്യതയോടെ പറഞ്ഞാൽ സഭയിൽ പോകുന്ന ആളുകളിൽ 20% പുറകോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു സർവേ. പ്രിയ സഹോദരങ്ങളെ, നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരേണ്ടവരും നാം പ്രതീക്ഷിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ടവരുമാണ്. നിശ്ചയമില്ലാത്ത രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. We are in the front of two uncertainties. One is our death, another is the second coming of our Lord and Savior Jesus Christ. We do not know what would happen in the first. Whatever happens for a Christian, it is not a tragedy. It is an acceptance to the heavenly home. Therefore, we must be careful and be ready at any time our master comes. We have to express our love towards God in a difficult situation. It is easy to serve God if everything goes well. All do it. Even Satan said the same thing to God about Job. God, you kept him. You have fenced him. That's why he follows you. Then God said, then do whatever things you want to do against him. Satan did all the mischievous things, but Job was steadfast in his faith. We must express our love towards God in our difficult situations. Dear beloved, we have to express our love in all the situations of our life which God gives us. There is a word in 2 Peter chapter 3 verse 18. 2 Peter 3 verse 18. Yeah. Okay. But grow in the grace and knowledge of our Lord and Savior Jesus Christ. To him be the glory both now and to the day of eternity. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. We have to grow in the grace and knowledge of our Lord Jesus Christ. We know that we have heard a lot of sermons about grace. Almost 90% of the preachers are preaching about the grace. There is a stream of teachings in gospel of grace. There is hyper grace theology even, but nobody is speaking about the knowledge of our Lord and Savior Jesus Christ.
നമുക്കറിയാം, കൃപയെക്കുറിച്ചുള്ള പ്രസംഗമാണ് 90% നാം കേൾക്കുന്നത്. കൃപയുടെ സുവിശേഷം പോലും പ്രസംഗിക്കുന്നുണ്ട്. ഹൈപ്പർ ഗ്രേസ് തിയോളജി പോലും ഇന്ന് നിലവിലുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതേക്കുറിച്ച് എത്ര നാം കേൾക്കുന്നു, എത്രമാത്രം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളർന്നിരിക്കുന്നു. അതേ വ്യക്തിപരമായി യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനായി ദൈവം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയമായി നാം ഈ കാലത്തെ കാണണം. We have to see this time, pandemic time, which is given to us by God to grow in the knowledge of our Lord and Savior Jesus Christ. For our meditation, we will read a verse from Ephesians chapter 3, verses 17 to 19, but I read only one sentence of verse 17. So that Christ may dwell in your hearts through faith. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. Dear ones, we are saved. We are following Lord Jesus Christ. We obeyed the commandments of Jesus. But how it is happening, or what is the need of Christ dwell in our hearts? What is the relevance of this verse? Usually we may think, but I tell you, in the beginning, this letter is written to the people at Ephesus. They were called as saints. Ephesians chapter 1, verse 1. Saints and believers. They are saints, but it is written to the saints that Christ should live in you. Christ may dwell in your hearts. Dear ones, we be very careful of our relationship with our Lord and Savior Jesus Christ. രണ്ടാമത്തെ അധ്യായം എഫെസ്യ ലേഖനം അവസാനിക്കുന്നത് സഭയെക്കുറിച്ച് പറഞ്ഞാണ്. മാത്രമല്ല, 3-ാമത്തെ അധ്യായത്തിൽ വായിച്ച വാക്യത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നാണ് പറയുന്നത്. അതൊരു വിരോധാഭാസമായി ഒരുപക്ഷെ നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ കാരണം 1-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധന്മാരും എഫെസോസിലുള്ള വിശ്വാസികളുമായവർക്കാണ് ലേഖനം എഴുതുന്നത് എന്ന് 1-1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരായ വിശ്വാസികളായ ആളുകളോട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അത് വിരോധാഭാസമായി തോന്നിയെന്ന് വരാം. എന്നാൽ അങ്ങനെയല്ല. ആ വാക്യത്തിന്റെ പശ്ചാത്തലം നാം ശ്രദ്ധിക്കുമ്പോൾ അത് കേവലം എഫെസോസിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ല. അത് എല്ലാ കാലത്തും എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ് സാരം. 2-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ സഭ എന്ന കെട്ടിടത്തെ കുറിച്ച് പറഞ്ഞാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസ്താവനയിലും സഭയെക്കുറിച്ചുള്ള എംഫസൈസ് നമ്മൾ കാണുന്നുണ്ട്. Matthew chapter 16 verse 18, it is said that I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. Apostle Paul also speaks about church in many letters. May I ask you a question? Dear ones, is the word church is important and great in your heart? In our life and prayer, do we give importance to church, or for us, or our family, or our job, or our material things? നമ്മുടെ ജീവിതത്തിലും സഭയാണോ വലുത്? നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലും സഭയ്ക്കാണോ പ്രാധാന്യം? അതോ നാം എന്ന വ്യക്തിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജോലിക്കും വസ്തുവകൾക്കുമൊക്കെയാണോ? എങ്കിൽ തെറ്റിപ്പോയി. I said we all must know that Jesus is the only one and to whom we have to be knowledged. യേശു എന്ന ഏക വ്യക്തിയെക്കുറിച്ചുള്ള അറിവിലും പരിജ്ഞാനത്തിലും നാം വർദ്ധിക്കാത്തിടത്തോളം
നമുക്ക് ദൈവകൃപയിൽ വർദ്ധിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സാരം. എഫെസ്യ ലേഖനം 1:22 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവനെ സർവത്തിനും മീതെ തലയാക്കി, and he put all things in subjection under his feet and gave him as head over all things to the church. സഭയ്ക്ക് സകലത്തിനും ക്രിസ്തുവിനെ തലയാക്കി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഫെസ്യർ 1:23 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: which is his body, the fullness of him who fills all in all. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. If I speak paraphrasely, it should be said like this: Father God gave his son Jesus Christ to the church. ക്രിസ്തുവിനെയാണ് പിതാവ് സഭയ്ക്ക് കൊടുത്തത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, ആ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്രിസ്തുവിനെ സഭയ്ക്ക് നൽകപ്പെട്ടു എന്നുള്ളത്. സഭയ്ക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്രിസ്തു. How many of you believe that Christ is the greatest blessing to the church? Nothing but Christ, Christ alone. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനമുള്ളവരായി, ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധമുള്ളവരായി, ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ പ്രത്യാശയുള്ളവരായിട്ട് നാം ജീവിക്കണം. ഇങ്ങനെയല്ലേ നാം വായിക്കുന്നത്? ഇന്ന് നാം അവനെ കാണാതെ സ്നേഹിക്കുന്നു, ഒരു ദിവസം നാം അവനെ മുഖാമുഖം കാണും. Now we love Jesus without seeing, but we will see him face to face. That is our hope. Christ is our head, Christ is our master, Christ is our Lord, Christ is our Savior, to whom we have a close relationship. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലും ശുശ്രൂഷയും ഇഷ്ടപ്പെടാത്ത ആരും ലോകത്തിലുണ്ടാവില്ല. ഏതെങ്കിലും ഒരു അളവിൽ ആളുകൾ ഇഷ്ടപ്പെടും. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പോയി പഠനം നടത്തിയിട്ടുള്ള ആളുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭാരതത്തിന്റെ പ്രഥമ ശില്പികൾ, ഇവരൊക്കെ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകൾ കോട്ട് ചെയ്യുമായിരുന്നു. ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ എല്ലാവരും തന്നെ യേശുവിനെ ഇഷ്ടപ്പെടും. എന്നാൽ അതല്ല ആവശ്യം. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലൂടെ ക്രിസ്തു മഹിത്വപ്പെടണം. ക്രൈസ്റ്റ് ഹാസ് ടു ബി ഗ്ലോറിഫൈഡ് ത്രൂ ഹിസ് ബോഡി ചർച്ച്. ആ എംഫസൈസ് നാം ഒരിക്കലും മറക്കരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലും യെരൂശലേം ദേവാലയത്തിലും ദൈവം വസിച്ചിരുന്നു. ദൈവത്തിന്റെ വീടായിരുന്നു യെരൂശലേം ദേവാലയം, ദൈവത്തിന്റെ ഭവനമായിരുന്നു. The temple at Jerusalem was God's home. That was the dwelling place of God. People considered the Holy of Holy. Whereas in New Testament, God who dwells in the heart of the people. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പിതാവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ വചനത്തെ സ്നേഹിക്കുന്നു. ഞാനും പിതാവും അവനിൽ വാസം ചെയ്യും. In New Testament, our body is the temple of God. It is very easy to place the board, Christ is the head of this family, at our doorpost, and write a banner, Christ is the only answer inside the church. It is very easy. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന കട്ടിളപ്പടിയിൽ ബോർഡ് വെക്കുന്നതും സഭയുടെ ഉള്ളിൽ ക്രിസ്തു ഏക ഉത്തരമെന്ന് എഴുതുന്നതും വലിയ കാര്യമല്ല. That is easy. All can do. But Christ to dwell in the heart of the people is hard. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിപ്പിക്കുക എന്നുള്ളത് വിഷമകരമാണ്. അത് ഈസിയായ ഒരു കാര്യമല്ല എന്നത് നിങ്ങൾ ഓർക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് എല്ലാ കാലത്തെയും
ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാത്തിടത്തോളം ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുമെന്നുള്ളതാണ് സത്യം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് കേവലം നമ്മുടെ വാക്കുകളിലല്ലല്ലോ, നമ്മുടെ ഹൃദയത്തിലും മനസ്സിന്റെ ആഴത്തിലും പതിയേണ്ടതും ഉണ്ടാകേണ്ടതും. Faith should not be in our tongues, but it has to be deeply rooted in our heart. Then only that will be beneficial for us. In the same way, Christ has to inhabit in our heart. Permanently, Christ has to live in our heart. That's what Bible says. I tell you a verse, Proverbs chapter 14, verse 14. Proverbs 14:14. The backslider in heart will have his fill of his own ways. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. അപ്പോൾ ഒരുവന്റെ വിശ്വാസത്യാഗം സംഭവിക്കുന്നത് ഹൃദയത്തിലാണ് ആദ്യം സംഭവിക്കുന്നത്. ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ നടപ്പിൽ ഉത്സാഹമായിരിക്കും. നടപ്പിൽ മടുപ്പുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഹൃദയത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതേ പ്രിയ സഹോദരങ്ങളെ, the backsliding heart should not be for us. We must be enthusiastic. We must be zealous in spirit. Then only our practical life also will be active. Apostle Paul, he ministered and he prayed by considering the establishment of church and the personal edification of each believers. അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം സഭയെന്ന ലക്ഷ്യം മുൻനിർത്തി വ്യക്തിപരമായി ക്രിസ്തുവിൽ വളരുന്നതിനു വേണ്ടിയായിരുന്നു എന്നത് നിങ്ങൾ ഓർക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? What we have to do to inhabit Christ in our heart. എഫെസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനകളാണ് നമ്മൾ കാണുന്നത്. There are 2 prayers in the book of Ephesians. One is chapter 1 verses 15 to 23. Second is chapter 3 14 to 21. The content of both prayers are same. 2 പ്രാർത്ഥനകളുടെയും ഉള്ളടക്കം ഒന്ന് തന്നെയാണ്. Chapter 1 verse 17, it is written that പിതാവായ ദൈവത്തോട് ദൈവം അവർക്ക് ക്രിസ്തുവിനെ അറിയുവാൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. Paul was praying for them to have the revelation of the knowledge to know Christ, know God. Verse 23 വരുമ്പോൾ ക്രിസ്തുവിനെയാണ് സഭയ്ക്ക് നൽകപ്പെട്ടത്. ആ ക്രിസ്തുവിനെ അടുത്തറിയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. Today, unfortunately, the people, those who hear the word revelation, they will think about to know about their future. നിർഭാഗ്യവശാൽ ഇന്ന് വെളിപ്പാടെന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഭാവി അറിയാനുള്ള ഉപാധിയായിട്ടാണ്. ഇവിടെ പൗലോസ് അതല്ല പറയുന്നത്. ക്രിസ്തുവിനെ അറിയാനുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ അവർക്ക് കൊടുക്കണമെന്നാണ്. We must have a revelation and knowledge to know Christ. അങ്ങനെ ആ ഒരു വെളിപ്പാടിൽ ക്രിസ്തുവിനെ അറിയുന്നതിന്റെ വ്യത്യസ്തത അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലൂടെ നാം കാണുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത് അവനിൽ ഇരിക്കേണ്ടതിനും
അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഐ മേ നോ ഹിം. അവനെ എനിക്ക് അറിയണം. ആ അറിയുക എന്നുള്ള വാക്കിൽ ഒരു പെരിഫറൽ ആയിട്ടുള്ള, ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് പറയുന്നത് I may attain to the resurrection from the dead, not that I have already obtained it, have already become perfect. See, that I may know him and the power of his resurrection and the fellowship of his suffering, being conformed to his death. To conform to his death, that's what he says. We all like to know about Christ, but no one is like to conform in his death. No one likes suffering of Christ. We like holy prosperity. See the difference between our peripheral knowledge about Christ and the revelation to know Christ. ക്രിസ്തുവിനെ അറിയാനുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസവും പുറമെ നാം ക്രിസ്തുവിനെ അറിയുന്നതും തമ്മിലുള്ള മാറ്റമാണ്. പുറമെ നാം ക്രിസ്തുവിനെ അറിയുമ്പോൾ ക്രിസ്തുവിൽ നിന്നും നന്മകൾ ലഭിക്കണമെന്ന് മാത്രമേ നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാകൂ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ മുഴു ജീവിതവുമായി താതാത്മ്യപ്പെടുന്ന, അതിനെ അനുഭവിച്ചറിയുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുകയുള്ളൂ. ആ അർത്ഥത്തിലാണ് പൗലോസ് പറയുന്നത്, എനിക്ക് അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം, എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിക്കണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിക്കണം. ഇതാണ് പൗലോസ് പറയുന്നത്. ആ വെളിപ്പാട് വലിയ വെളിപ്പാടാണ്. പ്രിയ സഹോദരങ്ങളെ, അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് ഈസ് we all know the peripheral knowledge about our Lord Jesus Christ. No one is happy and willing to know Christ more and more in depth by having the gift of the revelation to know Christ with knowledge. ആ അർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ അറിയണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതൊന്നും കേട്ടറിവല്ല. ഇതൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട് നാം, പക്ഷേ ഇതൊക്കെ അനുഭവിച്ചറിയണമെന്നാണ് പൗലോസ് പറയുന്നതിന്റെ സാരം. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയണം. We have to experience Christ, one who suffered in all things except sin. നമുക്ക് തുല്യനായി, he was equal, his life was equal to our life while he was on this earth. നമ്മൾ അതിനെ അനുഭവിച്ചറിയണമെന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നു, മത്തായി 10:36, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. The family will be foe to the people, those who really follow Christ. നമ്മൾ വാസ്തവമായി ദൈവത്തെ പിൻപറ്റുമ്പോൾ സ്വന്തം കുടുംബം പോലും എതിരായി തീരുമെന്നാണ് അർത്ഥം. Even Jesus, who was excommunicated from his family. I tell you, dear ones, when you come right with Lord, your family may excommunicate you. ദൈവവുമായി നാം നേർരേഖയിൽ വരുമ്പോൾ ഒരുപക്ഷെ കുടുംബം പോലും നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് വരികയില്ല. യേശുവിന്റെ ജീവിതം അതായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായി വരവോ അവനെ കൈക്കൊണ്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. Then Mark 14:50, it is written that they all left him and fled. മർക്കോസ് 14:50 വായിക്കുന്നത് അവന്റെ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ടോടിപ്പോയി എന്നാണ്. എല്ലാവരും അവനെ വിട്ടോടിപ്പോയി. No one was with him. They all left him and fled. ആരും നമ്മുടെ കൂടി ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാകും. യേശുവിനുണ്ടായിരുന്നെങ്കിൽ അതും നാം അനുഭവിച്ചറിയണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ചു ജീവിക്കുമോ സഹോദരങ്ങളെ? ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകൾ. ക്രൂശിൽ യേശുവിന് സ്നേഹിതരില്ലായിരുന്നു.
യേശു സ്നേഹിതരെന്ന് വിളിച്ച ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇന്നത്തെ പാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഈ ലൈൻ പാടുകയല്ല, അവര് പാടിയനെ സ്നേഹിതർ രണ്ടുണ്ട് ക്രൂശിൽ. കാരണം ഇടത്തും വലത്തും ഓരോ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പ്രിയ സഹോദരങ്ങളെ, അവരാരും ക്രിസ്തുവിന്റെ സ്നേഹിതരല്ല. നാം അത് തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മുടെ കൂടെ ധാരാളം ആളുകൾ ഇടത്തും വലത്തും ഉണ്ടായി എന്ന് വരാം. അവരെയെല്ലാം സ്നേഹിതരാക്കാൻ ശ്രമിക്കരുത്. കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് നാം ജീവിക്കണം. ആ ജീവിതത്തിൽ ഒറ്റപ്പെടൽ നമുക്കുണ്ടാകും. ആ ജീവിതത്തിൽ കുടുംബം നമ്മെ ഉപേക്ഷിച്ചു എന്ന് വരാം, തള്ളിക്കളഞ്ഞു എന്ന് വരാം. ആ ജീവിതത്തിൽ എല്ലാവിധ പരീക്ഷകളും നമുക്കുണ്ടാകും. We may have to experience suffering. We may have to experience even death. In the same way, we can experience the power of his resurrection. All we need, we can. To know Christ, we need the spirit of wisdom and revelation. ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ആവശ്യമുണ്ട്. 2 എഫേസ്യർ 1:18 വായിക്കുന്നു, അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അപ്പോൾ ക്രിസ്തുവിനെ അറിയാൻ നമുക്ക് അതിനുള്ള ഒരു വെളിപ്പാട് വേണം. ആ വെളിപ്പാടിലാണ് ക്രിസ്തുവിനെ പൂർണ്ണമായി നാം അറിയുവാൻ നമുക്ക് കഴിയൂ. 2, ആ ജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എഫേസ്യർ 1:18 ഞാൻ ഇവിടെ പറഞ്ഞത്. The eyes of your understanding being enlightened, that ye may know what is the hope of his calling and what the riches of the glory of his inheritance in the saints. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. വിളിയാലുള്ള ആശീനെന്നും 18 മലയാളത്തിൽ ആ വാക്യം പറയാം. ഓക്കെ, എഫേസ്യർ 1:18 വിളിയാലുള്ള ആശി ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും. വിളിയാൽ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, അത് 17ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് മലയാളത്തിൽ കിടക്കുന്നത്. 17ന്റെ അവസാനമാണ്. ഇവിടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നുള്ളതിന്, ഹൃദയദൃഷ്ടി എന്നുള്ളത് ഗ്രീക്കിൽ അത് കൊടുത്തിട്ടുള്ളത് ദ ജലസ് സൈഡ് ഓഫ് ഐ എന്നാണ്, അല്ലെങ്കിൽ ഗ്ലാൻസ് എന്ന വാക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടം, ആദ്യ കാഴ്ച എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇറ്റ് മീൻസ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ ആയിരിക്കും. നമ്മുടെ ആദ്യ കാഴ്ചയിൽ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ വരുന്നത്, വെളിപ്പെടുന്നത് ക്രിസ്തുവായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, when we are enlightened, what would happen, you know, in the first glance, in the first sight, we will see Christ, nothing but Christ. ഇന്ന് നമ്മുടെ ആദ്യ ദൃഷ്ടിയിൽ ക്രിസ്തുവാണോ ലോകമാണോ? ഇന്ന് നമ്മുടെ ആദ്യ ദൃഷ്ടിയിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യരാണോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണോ? ഇന്ന് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ, ആദ്യ നോട്ടത്തിൽ, ആദ്യം നമ്മുടെ ദൃഷ്ടിപഥത്തിൽ പ്രകാശിക്കുന്നത് ഈ ലോകവും അതിന്റെ സുഖസൗകര്യങ്ങളുമാണോ, അതോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണോ? പ്രിയ സഹോദരങ്ങളെ, ആ അർത്ഥത്തിലാണ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് പറയുന്നത്. അതെ, നാം കർത്താവിനെ പിൻപറ്റുന്നെങ്കിലും നമ്മുടെ പ്രയോറിറ്റി, നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്, വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? ഈസ് ഇറ്റ് ക്രൈസ്റ്റ് അലോൺ ഓർ സംതിങ് എൽസ്? അത് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായും ലോകത്തെയും ലോകത്തിലുള്ളതിനെയുമാണ് ആദ്യം നാം കാണുന്നത്. ആദ്യ കാഴ്ച ക്രിസ്തുവിനെ കാണുന്നതാകുവാൻ വേണ്ടിയാണ് പൗലോസ് ഇവിടെ എഫെസോസിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ടൊറോണ്ടോയിലുള്ളവർക്കല്ല, ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഏതൊരു സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇത് എനിക്ക് ആവശ്യമുള്ള പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. നിങ്ങൾക്കും ആവശ്യമുണ്ട്. നമ്മുടെ ആദ്യ കാഴ്ച ക്രിസ്തുവിനെ ആകണം. ആ അർത്ഥത്തിലാണ് നാം ക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടത്. ടു നോ ക്രൈസ്റ്റ്, our eyes of our heart may be enlightened. The first glance. അടുത്തത് 3:19 വരുമ്പോൾ
3:19 പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയണം. അപ്പോൾ ക്രിസ്തുവിനെ അറിയുന്നതിൽ ഒന്ന്, നമുക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് വേണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം ക്രിസ്തുവിനെ അറിയുവാൻ. പിന്നീട് പറയുകയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് പാസത്ത് നോളജ്. അറിവിനുപരിയായുള്ള സ്നേഹം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. We can give a definition for love. We can say 5 things or 10 things about love. That is not important. Here it is written that we must have an experiential love. We must love others, which has to be passed the knowledge. That love has to be experienced. അനുഭവിക്കുവാൻ കഴിയുന്ന പ്രായോഗികത്വമുള്ള സ്നേഹം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. Usually people ask, do you love me? They are happy to hear, yes. എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതും ഇഷ്ടമാണെന്ന് കേൾക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആളുകൾക്ക്. എന്നാൽ അതല്ല വലുത്. It is important that we must have a life to experience love. നാം സ്നേഹം ഉള്ള ജീവിതം ഉള്ളവരാകണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്നേഹത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. സ്നേഹത്തെക്കുറിച്ച് 10 പോയിന്റ് പറയാനുള്ള നമ്മുടെ കഴിവിൽ പ്രാധാന്യമില്ല. മറിച്ച് സ്നേഹമുള്ള ജീവിതം നമുക്കുണ്ടാകണം. ആ സ്നേഹമുള്ള ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു കാര്യം ഈ 3-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, may be able to comprehend with all the saints what is the breadth, the length and height and depth. അതെ, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഇവിടെ പറയുകയാണ്, സ്നേഹത്തിന്റെ വീതി, സ്നേഹത്തിന്റെ നീളം, സ്നേഹത്തിന്റെ ഉയരം, സ്നേഹത്തിന്റെ ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. See, the love which has a length, the love which has a breadth, the love which has a height, the love which has a depth. I know recently a father who told me about his children. He has 3 daughters. The eldest one, she used to say to her father that my love towards you is just like a rod, because whenever she sees the road sees as unending. Road is continuing. Everywhere the vehicle turns, there is road. So she used to say to her father that, Father, I love you just like a road. എങ്ങോട്ട് വണ്ടി തിരിച്ചാലും അനന്തമായി റോഡ് കിടക്കുന്നത് കൊണ്ട് ഈ മകള് പിതാവിനോട് പറയുമായിരുന്നു, റോഡ് പോലെയാണ് പപ്പായോട് എനിക്കുള്ള സ്നേഹം. അൺഎൻഡിങ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന സ്നേഹത്തിന്റെ നീളം എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ലവ്? വാട്ട് പോൾ സേസ്, ഇറ്റ് ഷോസ് ദ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള പ്രത്യാശയെയാണ് സ്നേഹത്തിന്റെ നീളം കാണിക്കുന്നത്. നമ്മൾ ഇന്ന് കർത്താവിനെ കാണാതെ സ്നേഹിക്കുന്നു. ഒരു ദിവസം നാം അവനെ മുഖാമുഖം കാണും. മുഖാമുഖം കാണുന്നത് വരെ നീളുന്ന ഒരു സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിലുള്ള സ്നേഹം. നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, യേശു തന്റെ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു. ജീസസ് ഹു ലവ്ഡ് ഹിസ് ഡിസൈപ്പിൾ ടിൽ ദി എൻഡ്. അവസാനം വരെ സ്നേഹിച്ചു. അതേ പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ടോ? ക്രിസ്തുവിനെ അറിയണമെങ്കിൽ, യഥാർത്ഥമായി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ അതിനുവേണ്ടി നാം ക്രിസ്തുവിനെ അറിയണം. ആ അറിവിൽ ഈ അൺഎൻഡിങ് ലവ്, ഈ നീളമുള്ള സ്നേഹം, നിത്യത വരെ നിലനിൽക്കുന്ന സ്നേഹം, അത് നമ്മിൽ ഉണ്ടാകണം. ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നാം ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് സ്നേഹത്തിന്റെ വീതി? വാട്ട് ഈസ് ദ വിഡ്ത്ത്, ബ്രെഡ്ത്ത് ഓഫ് ദ ലവ്? ഇറ്റ് ഷോസ് in Ephesians chapter 1 verse 18, ക്രിസ്തുവിലുള്ള അവകാശത്തിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. It shows the inheritance, the glory of inheritance.
നമുക്ക് ദൈവം തരുവാൻ പോകുന്ന അവകാശം, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലുപ്പമാണ് സ്നേഹത്തിന്റെ വീതി എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ ഉയരം കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹി ഹാസ് പ്ലേസ്ഡ് us ഇൻ ഹെവൻലി പ്ലേസസ്. അവൻ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അതാണ് സ്നേഹത്തിന്റെ ഉയരം. എന്താണ് സ്നേഹത്തിന്റെ ആഴം? പാപനിമിത്തം മരിച്ചവരായിരുന്ന നമ്മെ, നാശകരമായി കുഴിയിലും കൊഴിഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ അവൻ കയറ്റി, ആ ആഴത്തിൽ നിന്ന് അവനെ കയറ്റി. അതാണ് സ്നേഹത്തിന്റെ ആഴം. പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തെ നമ്മൾ പ്രായോഗികമായി അറിയണം. നാം നമ്മുടെ പ്രാർത്ഥനകളിൽ, വേണ്ട നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ രക്ഷിച്ച ആ രക്ഷയെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? സ്നേഹത്തിന്റെ ആഴം നാം ഗ്രഹിക്കാറുണ്ടോ? അത് ഓർക്കാറുണ്ടോ? ക്രിസ്തുവിൽ നമ്മെ ഇന്ന് ആക്കിയിരിക്കുന്ന, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള നമ്മുടെ പദവിയെ, ആ സ്നേഹത്തിന്റെ ഉയരത്തെ നാം ഓർക്കാറുണ്ടോ? ആ സ്നേഹത്തിന്റെ വീതി, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ മഹത്വത്തെക്കുറിച്ച്, അവകാശത്തെക്കുറിച്ച്, പദവിയെക്കുറിച്ച്, ദൈവീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് എഫേസ്യർ 2:1-3 വരെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേ പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിന്റെ നീളം ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് കാണിക്കുന്നത്. ആ സ്നേഹത്തെ നമ്മൾ അറിയണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണം. അനുഭവിക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ആദ്യ കാഴ്ച ക്രിസ്തുവായിട്ട് തീരണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനുള്ള ജ്ഞാനവും വെളിപ്പാടും നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. പാപസംബന്ധമായി മരിച്ചവരായിരുന്ന നമ്മെ ആത്മീയമായി ഇന്ന് സ്വർഗത്തിൽ ഇരുത്തുകയും ദൈവികമായ അവകാശങ്ങൾ നമുക്ക് നൽകി പ്രത്യാശ തന്ന് നമ്മെ നിർത്തിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. അത് സകല വിശുദ്ധന്മാരോടും ചേർന്ന് നാം ഗ്രഹിക്കണമെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. We have to experience the love of Christ with all saints. സഭ എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ കുടുംബമാണ്. ചർച്ച് ഇസ് ദ സെക്കൻഡ് ഹോം ഇസ് ദ ഫസ്റ്റ് ചർച്ച്. ആ സഭ എന്ന കുടുംബത്തിൽ ഉള്ള എല്ലാവരും, കൃത്യമായി പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന ദൈവകൃപ, അത് പ്രായോഗികമാക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ സഭ. We know many things from the word of God that has to be experienced through the church. ക്ഷമിക്കാൻ സഭയിലൂടെ നാം അത് ശീലിക്കുകയാണ്. പങ്കുവെക്കുവാൻ സഭയിലൂടെ നാം ശീലിക്കുകയാണ്. സഭ നാം അറിയുന്ന ദൈവീയ സത്യങ്ങൾ അത് പ്രായോഗികമാക്കുവാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള സമൂഹമാണ്. നാം ഒറ്റയ്ക്ക് എല്ലാം അനുഭവിക്കുകയല്ല, മറിച്ച് അത് നാം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ദൈവം തന്നിട്ടുള്ള ആ പ്രാദേശിക സഭയെക്കുറിച്ച് നാം എല്ലാവരും കരുതലുള്ളവരും വളരെ ഗൗരവത്തോടെ പ്രാദേശിക സഭയെ നാം കാണേണ്ടവരും സഭയോട് കൂറു പുലർത്തേണ്ടവരുമാണ് നാം. വിശുദ്ധന്മാരോട് ഒരുമിച്ച് സ്വർഗ സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കൃത്യമായി പറഞ്ഞാൽ ഒരുവന്റെ ആത്മീയ വളർച്ചയ്ക്ക് സഭ കൂടിയേ തീരൂ. നാം രക്ഷിക്കപ്പെടുന്ന ഒറ്റയ്ക്കാണ്, നിത്യതയിൽ നാം ചേർക്കപ്പെടുന്നതും ഒറ്റയ്ക്കായിരിക്കും. We are saved alone. We will be accepted in heaven alone. But we need a church to grow in Christ. ക്രിസ്തുവിൽ നാം വളരുന്നതിന് നമുക്കൊരു സഭ കൂടിയേ തീരൂ. Dear ones, you should have your fellowship with your church. That must be seriously considered. To know Christ, we need to know the love of Christ which surpasses knowledge. അറിവിനുപരിയായ പ്രായോഗികത്വമുള്ള സ്നേഹം നമ്മൾ അറിയണം, അനുഭവിക്കണം. Then again 1:19 പറയുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ ഗ്രഹിക്കണം. ആ immeasurable power we have to experience. To know Christ, we need to experience the surpassing greatness of his power. പ്രിയ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് നാം ജീവിക്കണം.
രണ്ട്, നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം നാം അറിയണം. To know the hope of his calling, chapter 1 verse 18, we have to know the hope of his calling. Why we are called? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമുക്കിഷ്ടമുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി ഉള്ളവരല്ല. We are called to please God. We are not called to live according to our will and wishes. Should not consider our enjoyment, our pleasure, our safety, but we are called to please God. ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, ദൈവത്തിന് സന്തോഷമായിരിക്കുവാൻ, ദൈവത്തിന് പ്രസാദമായിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ച ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ വിളിയുടെ പിന്നിലുള്ള ദൈവത്തിന്റെ ഹിതം നാം തിരിച്ചറിയണം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഒന്ന്, നമുക്കൊരു ഏകാഗ്രമായ ഹൃദയം വേണം. We must have a concentrated heart. ഇളകിപ്പോകാത്ത, ചഞ്ചലിക്കാത്ത ഒരു ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. കൊലോസ്യർ 3:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. Set your affection on things above, not on things on the earth. We have to set our mind on things above. ഏകാഗ്രമായ ഹൃദയം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപമാണ് നമ്മുടെ മനോഭാവവും ചിന്തകളും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. Our attitude and thoughts are the revealed form of our heart. By our thoughts, by our attitude, we can understand what is inside our heart. We must have a concentrated heart. Second is, we must have an attitude of Christ. ക്രിസ്തുവിന്റെ മനസ്സുള്ള സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ തീരണം, മനോഭാവമുള്ളവരായിട്ട് നമ്മൾ തീരണം. Colossians 3:12, it is written that, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവയെ ധരിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. നമ്മൾ മനസ്സലിവുള്ളവരാകണം, നമ്മൾ ദയയുള്ളവരാകണം, താഴ്മയുള്ളവരാകണം, സൗമ്യതയുള്ളവരാകണം, ദീർഘക്ഷമയുള്ളവരാകണം. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് നാം തീരണം. അതെ, നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം അറിയണമെങ്കിൽ ഏകാഗ്രമായ ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണമെന്നാണ് പറയുന്നത്. അത് അല്പം കൂടി വിശദീകരിക്കുന്നുണ്ട് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ. ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് അവിടെ പറയുന്നത്. കൊലോസ്യർ 3:16 ഇങ്ങനെയാണല്ലോ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഞാനൊന്ന് പാരഫ്രൈസ് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ വചനം വസിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. Dwelling the word of God in the heart and the head are different. ദൈവവചനം തലച്ചോറിലുള്ള ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. അവരാണ് കൂടുതൽ സംവാദങ്ങളിൽ ഏർപ്പെടുന്നവർ. പക്ഷേ ഹൃദയത്തിലുള്ളവർ കുറഞ്ഞു വരികയാണ്. ദൈവവചനം നമ്മുടെ തലച്ചോറിൽ ഉണ്ടായിട്ട് ഒരർത്ഥവുമില്ല. അത് സംവാദങ്ങൾക്കും വാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടും. പക്ഷേ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതിനും നമ്മുടെ നിത്യജീവനും അത് ഉപാധിയായിട്ട് തീരുന്നുള്ളൂ എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളതിന്റെ ലക്ഷണം എന്താണ്? എവിഡൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ അത് തമ്മിൽ കൂട്ടായ്മ ബന്ധത്തിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ഹൃദയത്തിലായി കഴിഞ്ഞാൽ പിന്നെ
നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ വിശുദ്ധന്മാരോട് ഒരുമിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അവിടെ തമ്മിൽ, ആ വാക്ക് നമ്മൾ അടിവരയിടേണ്ട വാക്യമാണ് തമ്മിൽ എന്നുള്ളത്. ഈച്ച് അതർ, തമ്മിൽ എന്നുള്ള വാക്ക് 50-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന വാക്ക് ഇവിടെ പറയുന്നു കൂട്ടായ്മ ബന്ധത്തിൽ. ഇന്നിപ്പം വന്ന് ആളുകളൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ എന്തിനാ മറ്റൊരാളെ ഉപദേശിക്കുന്നത്, ഞാൻ എന്തിനാ വേറൊരാളെ ഉപദേശിക്കുന്നത്, അങ്ങനെ ഉപദേശിച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുമോ? അതിന്റെ ആവശ്യമില്ല, എന്തിനാ വെറുതെ പടങ്ങുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന ആളുകളാണ്. നമ്മുടെ സഹോദരങ്ങളിൽ ആരില്ലെങ്കിലും എന്തുക തിരുത്തുക, അത് നമ്മുടെ കടമയാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നാം എല്ലാവരെയും കാണാൻ. നാം നിത്യതയിൽ പോകണം. നമ്മോട് ഒരുമിച്ച് അവരും നിത്യതയിൽ ഉണ്ടാകണമെന്നുള്ള ചിന്തയിലാണ് നാം ജീവിക്കേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നതിന്റെ സാരം. അതെ, കൂട്ടായ്മ ബന്ധത്തിൽ നാം ബുദ്ധി ഉപദേശിക്കണം. ഇത് പ്രാദേശിക സഭയിലാണ് ആരംഭിക്കേണ്ടത്. കൃത്യമായി അങ്ങ് പറയാമല്ലോ, പ്രാദേശിക സഭയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ വ്യക്തി താല്പര്യമില്ലാതെയാകും. ഒന്നുകൂടെ പറയുന്നു, പ്രാദേശിക സഭയിൽ ഉള്ള എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ വ്യക്തി താല്പര്യമില്ലാതെയാകും. If Christ dwell in the heart of the each individual of the local church, the personal interest will be disappeared. സാർവത്രിക സഭയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ പിന്നെ സംഘടനാപരമായ പ്രശംസ നിന്നുപോകും. സാർവത്രിക സഭയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിച്ചാൽ പിന്നെ സംഘടനയിലുള്ള പ്രശംസ നിന്നുപോകും. പിന്നെ IPC എന്നോ AG എന്നോ ചർച്ച് ഓഫ് ഗോഡ് എന്നോ ഇൻഡിപെൻഡന്റ് എന്നോ ഉള്ള ചിന്തയുണ്ടാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. If Christ dwell in the heart of the each individual of the universal church, the denominational pride or spirit will be disappeared. Dear ones, the children of God are living together with the saints by looking the eternal life. നമ്മുടെ ആ നിത്യജീവനെ നോക്കി നാം ഒരുമിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിച്ച ഈ വാചകങ്ങൾ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് പറഞ്ഞത് അടിവരയിട്ട് നാം മനസ്സിലാക്കണം. We have to underline the words which Paul used while he was praying to the people at Ephesus, praying to the church. I repeat that verse once again. Ephesians chapter 3 verse 17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ജീവിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ക്രിസ്തു വസിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലത് ഇൻഹബിറ്റന്റ്, റെസിഡന്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ഥിരതാമസമാക്കണം, ഡ്വെല്ലിംഗ് പെർമനന്റ്ലി എന്നാണ്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലും ക്രിസ്തു വസിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ക്രൈസ്റ്റ് ഹാസ് ടു dwell permanently in our hearts. When we come to the church, when we are at home, when we do our work, when we are on the road, Christ has to dwell in our heart. നമ്മൾ ജോലി ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും സഭയിൽ വരുമ്പോഴും എല്ലാം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അവിടെ ഹൃദയത്തിൽ എന്നുള്ളത് കാർ എന്നുള്ള ആ വാക്ക് അത് ഫിഗറേറ്റീവ്ലി ഉപയോഗിച്ചാൽ തോട്ട്സ് ആൻഡ് ഫീലിംഗ് എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലും നമ്മുടെ വികാരങ്ങളിലൂടെയും ക്രിസ്തു വെളിപ്പെടണമെന്നാണ്. ചിന്തയിലൂടെയും വികാരങ്ങളിലൂടെയും ക്രിസ്തു വെളിപ്പെടും വണ്ണം ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കണമെന്നാണ് ഗ്രീക്കിൽ അത് എഴുതിയിട്ടുള്ളത്. ക്രൈസ്റ്റ് ഷുഡ് റിവീൽ ത്രൂ അവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓർ ഇമോഷൻസ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇമോഷനിലൂടെ ക്രിസ്തുവാണോ വെളിപ്പെടുന്നത്? നമ്മുടെ ചിന്തകളിൽ ക്രിസ്തുവാണോ വെളിപ്പെടുന്നത്? എങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ അറിയണം. ഈ രണ്ട് ചിന്തകൾ
പങ്കുവെച്ച എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം അവസാനിക്കുന്നല്ലോ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ക്രിസ്തു നമ്മളിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വ്യക്തിപരമായി വളരുവാനായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സമയം കൃത്യതയോടെ നാം ഉപയോഗിക്കണം. We can make use of the time which God gave us to grow in Christ personally. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് എല്ലാ കാലത്തെയും ദൈവ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. We can understand the will of God in all time only if Christ dwells in us. ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. To know Christ, we need the spirit of wisdom and revelation. അതേ പ്രിയ സഹോദരങ്ങളെ, to know the hope of his calling. നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം നാം അറിയണം. നമുക്ക് സംതൃപ്തിയുള്ള ജീവിതം നയിക്കുകയല്ല, ക്രിസ്തുവിന് സന്തോഷകരമായ ജീവിതം നാം നയിക്കണം. We should not lead a life which satisfies us, rather to satisfy Christ, our master. Christ should reveal through our thoughts and feelings. Christ should reveal through our thoughts and emotions. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളിലൂടെ, വികാരങ്ങളിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുവണ്ണം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കട്ടെ. Let Christ dwell permanently in our heart. May the Lord bless us through this verse. Thank you once again. May Lord bless you all.